എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സർക്കിൾസ് ലെസൺ കഴിഞ്ഞ് നമ്മൾ അടുത്ത പാഠം ആറാമത്തെ ലെസൺ പാരലൽ ലൈൻസ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. പാരലൽ ലൈൻസ്, സമാന്തര രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സമാന്തര രേഖകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഈ രണ്ട് പാരലൽ ലൈൻസ് രണ്ട് വശത്തേക്കും എത്ര തന്നെ എക്സ്റ്റെൻഡ് ചെയ്താലും അതൊരിക്കലും തമ്മിൽ കൂട്ടിമുട്ടില്ല. അങ്ങനത്തെ വരകൾ, അങ്ങനത്തെ ലൈൻസിനെ പറയുന്നതാണ് പാരലൽ ലൈൻസ്. മനസ്സിലായില്ലേ? ആ രണ്ട് ലൈൻസിന്റെ അകലം, ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് എല്ലായിടത്തും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് അതൊക്കെ നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാട്ടാ. ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ്, രണ്ടെണ്ണം തന്നെ ആവണമെന്നില്ല. പാരലൽ ലൈൻസ് 3, 4 എത്ര എണ്ണം വേണമെങ്കിൽ ആവും. അപ്പൊ രണ്ടെണ്ണം നമ്മൾ എടുക്കാണ്. അപ്പൊ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള അകലം ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും അത്ര തന്നെയായിരിക്കും. ഇവിടെ എവിടെ നോക്കിയാലും അത്ര തന്നെയായിരിക്കും. ഈ രണ്ട് ലൈൻസ് എത്ര തന്നെ നീട്ടിയാലും ഒരിക്കലും തമ്മിൽ മീറ്റ് ചെയ്യില്ല. അതേസമയം ഇപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻസ് തരാണെന്ന് വിചാരിക്കും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പാരലൽ ലൈൻസ് അല്ല, അല്ലേ? ഇത് ഇങ്ങോട്ട് ഇത്തിരി ഞാൻ നീട്ടുമ്പോഴേക്കും തന്നെ ഇത് കൂട്ടിമുട്ടും. ഇത് തമ്മിലുള്ള എല്ലായിടത്തും ഒരേ അകലമാണോ? ഈ രണ്ട് ലൈൻസ് തമ്മിൽ ഇവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും ഡിസ്റ്റൻസ് കുറഞ്ഞു വരാണ്, അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ലൈൻസ് അല്ല പാരലൽ ലൈൻസ്. ഇതുപോലത്തെ ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് 7ാം ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ ഇങ്ങനെ വന്ന് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? കുറെ ആംഗിൾസ് ഉണ്ടാവില്ലേ? 4 ആംഗിൾ ഇവിടെ ഉണ്ടാവും, 4 ആംഗിൾ ഇവിടെ ഉണ്ടാവും. കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചില്ലേ? ആ സംഭവം തന്നെ നമ്മൾ 8ാം ക്ലാസ്സിലും ഇതുവരെയൊക്കെ നമ്മൾ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ വല്ലതൊക്കെ പ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് ആ പ്രിൻസിപ്പിൾസ് നമുക്ക് ഉപകാരമായിട്ട് വരാറുമുണ്ട്. ഇനി ഇതൊന്നുമല്ലാണ്ട് പാരലൽ ലൈൻസിനെ കുറിച്ചുള്ള ഉപകാരം, പാരലൽ ലൈൻസിനെ കൊണ്ടുള്ള ഒരു ഉപകാരമൊക്കെയാണ് നമുക്ക് ഈ ലെസണിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഈ പാരലൽ ലൈൻസ് കൊണ്ട്, ഈ സമാന്തര രേഖകൾ കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത്, ഉപയോഗമുള്ളത് എന്താണ്? അതായത് ഇപ്പൊ ഒരു 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, എത്രയാണ്? 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ, ഇതിനെ 4:3 എന്ന റേഷ്യോയിൽ നമ്മളോട് മുറിക്കാൻ പറയാണ്. 7 സെന്റിമീറ്റർ ആണ് ലെങ്ത്, 4:3 എന്ന റേഷ്യോയിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇത് മൊത്തം 7 ഉണ്ട്, 4 3 7, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ 4 സെന്റിമീറ്റർ നീക്കി ഇവിടെ മാർക്ക് ചെയ്യും, അല്ലേ? ഇത് 4 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. കറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റി 4:3 എന്ന റേഷ്യോയിൽ. ഇനി ഇത് 7 സെന്റിമീറ്ററിന് വരെ ഒരു 14 സെന്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് വിചാരിക്കും. 14 സെന്റിമീറ്റർ ആണ് ലെങ്ത്, 4:3 എന്ന റേഷ്യോയിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 4 + 3 ആഡ് ചെയ്യുമ്പോൾ 7 ആണ്, ഇവിടെ എടുക്കുന്നത് 14 ആണ്. അപ്പൊ നമുക്ക് ഒരു നമ്പറിനെ റേഷ്യോയിൽ, ഒരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയണത്. അപ്പൊ എങ്ങനെയാണ് ഈ 14 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നമ്പറിനെ 4:3 എന്ന റേഷ്യോയിൽ എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏത് നമ്പറിനെയാണോ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എടുത്ത് എഴുതും. ആ നമ്പർ നമ്മൾ എഴുതി. അതേതാണ് ആ നമ്പർ? 14 ഇൻറ്റു ഏതാണ് നമ്മുടെ റേഷ്യോ? 4:3 എന്നതാണ് റേഷ്യോ. അപ്പൊ ആദ്യത്തെ റേഷ്യോയിൽ ആദ്യം കിടക്കുന്ന നമ്പർ 4 ആണ്, അതെടുത്തു. ഇനി താഴെ ഇടേണ്ടത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മാണ് താഴെ ഇടേണ്ടത്. അപ്പൊ 4 + 3 7. ഈ 14നെ 4/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 7 14 2 times 2 × 4 8. അപ്പൊ ആദ്യം 4:3 എന്ന റേഷ്യോയിൽ 14നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ പീസ് വരുന്നത് എവിടെയാണ്? 8 സെന്റിമീറ്ററിലാണ് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 സെന്റിമീറ്റർ നീക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു 8 സെന്റിമീറ്റർ. പിന്നെ നോക്കേണ്ട കാര്യമില്ല, ബാക്കി എത്ര ഉണ്ടാവും? 8 കഴിഞ്ഞ് ബാക്കി 6 ഉണ്ടായിരിക്കും. അപ്പൊ അതായിരിക്കും പിന്നെ വരാം. അതല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും അറിയാം, 14നെ അടുത്തതായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 3 കൊണ്ടാണ് ചെയ്യേണ്ടത്. 3
ബൈ എത്ര വരാ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മാണ് താഴെ ഇടേണ്ടത്. 4 3 കൂടി കൂട്ടുമ്പോൾ 7 വന്നു. 2 into 3 6. ആ 6 തന്നെയാണ് അവിടെ വരിക. അതായത് 14 8 മാർക്ക് ചെയ്ത ബാക്കി 6. അപ്പൊ ഇങ്ങനെയാണ് ഒരു നമ്പറിനെ, അത് എന്തും ആവാം, അത് നമ്മൾ ഇപ്പം മുൻ ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ റേഷ്യോയില് നമ്മൾ എങ്ങനെയാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതൊക്കെ. അപ്പൊ ഈ ഒരു സംഭവം ഞാനിവിടെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈസി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റി. ചില സമയങ്ങളിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 8 സെന്റിമീറ്റർ ലെങ്ത് തന്നു, 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ തന്നിട്ട് ഇതേപോലെ 4:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ചെയ്ത പോലെ 8നെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 8 എടുത്തു. 8 into 4 ആണ് ആദ്യത്തെ എടുക്കണത്. 4 ബൈ എത്ര ഇടണ്ടേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മ് വേണം എഴുതാൻ. റേഷ്യോയിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടി. 7 8ല് ഡിവൈഡ് ചെയ്ത് പോവും. അല്ലെങ്കിൽ 8 4 കൂടിയിട്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ 32 കിട്ടി. 32/7 ആണ് വന്നിട്ടുള്ളത്. 32/7 എന്ന് പറയുമ്പോൾ നമ്മൾ 32നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്ടാവുക? 4 വന്നു. 28 ബാക്കി 4 പോയിന്റ് ഇട്ട് കൊടുത്തു 0. 40ല് എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും. 35 ബാക്കി 5, പിന്നെ വീണ്ടും 0 ഇട്ട് കൊടുത്തു. അപ്പൊ 7 വന്നു. 49 ബാക്കി 1 വീണ്ടും 0 ഇട്ട് കൊടുത്തു. അപ്പൊ 1. ഇതിങ്ങനെ പോവും അല്ലേ? ഇതിനൊരു അവസാനം ഇതിങ്ങനെ പോവും. അപ്പൊ നമുക്ക് 4.571 എന്നൊക്കെ പറഞ്ഞ് പോണ നമ്പർ എങ്ങനെയാണ് നമുക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്യാൻ പറ്റുക? ഇങ്ങനത്തെ ഒരു നമ്പറിനെ 4.5 വരെ ഉള്ളെങ്കിൽ നമുക്ക് സ്കെയിലിൽ മാർക്ക് ചെയ്യാം അല്ലെ? അല്ലാണ്ട് ഈ 4.571 അപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനിയും എടുക്കണു. ഞാനിവിടെ സ്ഥലം കഴിഞ്ഞ കാരണം ഇവിടെ നിർത്തിയതാ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഒരു 8 സെന്റിമീറ്റർ തന്നിട്ടുള്ള ഒരു ലൈൻ, അല്ലെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ അങ്ങനത്തെ ഒക്കെ ഒരു ലൈനെ 4:3 എന്നൊക്കെ പറയുന്ന റേഷ്യോയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമുക്ക് പാരലൽ ലൈൻസിന്റെ ഒരു ഗുണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പാരലൽ ലൈൻസ്, 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി പാരലൽ ലൈൻസ്, 2ഓ അതിലധികമോ പാരലൽ ലൈൻസ് പോകട്ടെ, ആ പോകുന്ന പാരലൽ ലൈൻസുമേ കൂടെ വേറെ 2 ലൈൻസ് കട്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആ ലൈനുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നതാണ് ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതായത് 2 വേണ്ട, ഒരു 3 4 ഒക്കെ പാരലൽ ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഈ പാരലൽ ലൈൻസ് ഇപ്പോ 1 2 3 4 പാരലൽ ലൈൻസ്. ഈ ലൈൻസിനെ ഇങ്ങനൊരു ലൈൻ വന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, വേറൊരു ലൈൻ ഇങ്ങനെ നേരെയും കട്ട് ചെയ്തു. അപ്പോ ഈ ലൈൻസിനെ കട്ട് ചെയ്തിരിക്കുന്നത് ഒരേ റേഷ്യോയിലായിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ഇവിടം മുതൽ ഇവിടം വരയ്ക്കുള്ള ഈ 2 ഒരേ റേഷ്യോയിലായിരിക്കും. അതുപോലെ ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണോ അകലം, അതും ഇവിടം മുതൽ ഇവിടം വരെയുള്ള അകലം ഒരേ അളവായിരിക്കില്ല. കാരണം വളഞ്ഞു പോണതിനൊക്കെ അളവ്, ആ ലെങ്ത് കൂടുതലായിരിക്കും അല്ലെ? നേരെ വരുമ്പോ ലെങ്ത് ഇതേ കുറയും, പക്ഷേ റേഷ്യോ സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിനും ഇവിടം മുതൽ ഇവിടം വരെ വരുന്നതിനും ഒരേ റേഷ്യോ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് പഠിക്കുന്നത് പേജ് നമ്പർ 82 നോക്കിയാൽ 3 or more parallel lines cut any 2 lines in the same ratio. 3ഓ അതിലധികമോ പാരലൽ ലൈൻസ് വേറെ 2 ലൈൻസിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്യപ്പെടുന്ന ആ 2 ലൈനുകൾക്ക് വേറെ പ്രത്യേകതകളൊന്നുമില്ല. അത് എങ്ങനെ വേണമെങ്കിൽ അത് പോവാം. അത് വീണ്ടും വേറെ പാരലൽ ലൈൻ ആവണം എന്ന് അങ്ങനെ ഒന്നുമില്ല. അത് ഏത് ലൈനും ആയിക്കോട്ടെ, പക്ഷേ അത് കട്ട് ചെയ്തിരിക്കുന്നത് ഏത് സെയിം റേഷ്യോയിലായിരിക്കും. അതുപോലെ നെക്സ്റ്റ് പേര് നോക്കിയേ, ഇഫ് 3 or more parallel lines cut a line into equal parts, they will cut any line into equal parts. ഒരു 3 or more parallel lines, 3ഓ അതിലധികമോ പാരലൽ ലൈൻസ് ഒരു ലൈനിനെ കട്ട് ചെയ്യാണ്. എങ്ങനെ കട്ട് ചെയ്യാണ്? 3ഓ അല്ലെങ്കിൽ അതിലധികമോ വരണം കേട്ടാ. 3ൽ കുറയരുത്, 3ഓ അതിലധികം വേണം. അത് ഓർമ്മയിൽ വെക്കണം. ഏറ്റവും കുറവ് 3 പാരലൽ ലൈനെങ്കിലും വരണം.
അപ്പൊ 3 പാരലൽ ലൈൻസ്, അങ്ങനെ 3 പാരലൽ ലൈൻസ് ഈക്വൽ ആയിട്ടാണ് ഒരു ലൈനെ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 2 സെന്റിമീറ്റർ ആണ്, ഇവിടെ 2 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ അത് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ലൈൻ ഇപ്പൊ ഇങ്ങനെ ഇതിൽ വരച്ചാൽ ഇതും ഈക്വൽ തന്നെ ഇരിക്കുന്നത്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണോ, അതിപ്പോ ഒരു 2.5 ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയും 2.5 തന്നെയായിരിക്കും. മനസ്സിലായ? അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു 3 അതിലധികമോ പാരലൽ ലൈൻസ് ഒരു ലൈന് ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇനിയിപ്പോ ഇനി കുറച്ചും കൂടി നന്നായിട്ട് ഇതിനിങ്ങനെ ഇങ്ങോട്ട് വളച്ചിട്ടുള്ള ഒരെണ്ണം വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 3 തന്നെയായിരിക്കും. മനസ്സിലായി? കാരണം ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് ഈക്വൽ ആയിട്ടാണെങ്കിൽ ഇനി ഇതിലൊക്കെ ഏതൊക്കെ ലൈൻ വരയ്ക്കുന്നോ അതിനൊക്കെ ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും കട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അടുത്ത പേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ എടുക്കും. ആ ലൈനെ നമുക്ക് 4:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് 2 തരത്തിൽ ഇതിനെ വരയ്ക്കാം. അതായത് നമുക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആദ്യം തന്നെ 8 സെന്റിമീറ്റർ ലെങ്ത്തിൽ ലൈൻ വരച്ചു. നമ്മളോട് കട്ട് ചെയ്യാൻ പറയുന്നത് 4:3 എന്ന റേഷ്യോയിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ റേഷ്യോയുടെ നമ്പർ 2 കൂടി ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 7 ആയിരുന്നു. ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ സുഖമായിരുന്നു അല്ലെ. 4 വെച്ച് കട്ട് ചെയ്യുക. അപ്പൊ 4ഉം 3ഉം 2 പാർട്ടായി 4:3 കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് 8 ആയതുകൊണ്ടാണ് നമുക്കിത് 4:3 എന്ന റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4:3 എന്ന് പറയുമ്പോൾ ഇത് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 7 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. ഇഷ്ടമുള്ളൊരു ആംഗിളും ഒന്നും നോക്കണ്ട, വെറുതെ സ്കെയിൽ വെച്ചിട്ട് കൃത്യം 7 സെന്റിമീറ്റർ ആയിരിക്കണം എന്ന് മാത്രം. കാരണം 7 എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ല. നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ ഏതാണോ അത് ആഡ് ചെയ്ത് നോക്കാം. ആ ആഡ് ചെയ്ത് കിട്ടുന്നത് വേണം വരയ്ക്കാൻ. അത് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 4:3 കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ വേഗം സ്കെയിൽ തന്നെ വെച്ചിട്ട് 4ൽ വെച്ച് കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ 4ഉം ഇവിടെ 3ഉം കിട്ടി ഇല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ലൈൻ ഇതിന്റെ 2 എൻഡ് പോയിന്റ്സും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഈ ലൈനിന് പാരലൽ ആയിട്ട് ഇതിലൂടെ ലൈൻ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിലൂടെയും വരയ്ക്കുക. അപ്പൊ എന്തുണ്ടാവും? 3 പാരലൽ ലൈൻസ് വന്നു. മനസ്സിലായില്ലേ? ഈ 3 പാരലൽ ലൈൻ ഈ ലൈനിനെ കട്ട് ചെയ്തിരിക്കുന്ന റേഷ്യോ ഏതാണ്? 4:3 എന്ന റേഷ്യോയിലാണ്. അതുകൊണ്ട് ഈ ലൈനിനെ കട്ട് ചെയ്തതും 4:3 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും. ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടിയിട്ട് നമ്മൾക്ക് ഏത് ലൈൻ വരച്ചു കൊടുത്താലും അതിനൊക്കെ 4:3 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും കട്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനെ 4ഉം 3ഉം 4:3 എന്ന റേഷ്യോയിൽ നമ്മൾ കട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഈ 7 സെന്റിമീറ്റർ വരച്ചിട്ട് പിന്നെ അങ്ങനെയും വരയ്ക്കാം. അതായത് തന്നിരിക്കുന്ന റേഷ്യോ 4:3 ആണ്. അപ്പൊ ഇത് 2 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 ആദ്യം വരച്ചു. എന്നിട്ട് 7ൽ നമ്മൾ 4ഉം 3ഉം ആയിട്ട് മാറ്റി. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 8 സെന്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആരെയാ? 8 സെന്റിമീറ്ററിനെയാണ്. ആ 8 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിപ്പോ ചെയ്ത പോലെ തന്നെ ഇതിന്റെ തമ്മിൽ യോജിപ്പിച്ചു. ഇതിന് പാരലൽ ആയിട്ട് ഇവിടെയും ഒരു ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പോയിന്റിലൂടെ ഈ 2 ലൈനുകൾക്കും പാരലൽ ആയിട്ട് മറ്റൊരു ലൈൻ വരച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ 4:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. ഇങ്ങനെയും ചെയ്യാതെ ഇങ്ങനെയും കണക്കന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് ലൈനിനെ ഏത് റേഷ്യോയിൽ വേണേൽ കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈനെ 2:3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തൂടെ? നമ്മൾ എന്ത് ചെയ്യും? 10 സെന്റിമീറ്റർ ആണ് നമുക്ക് കട്ട് ചെയ്യേണ്ട ലൈൻ. ആ 10 സെന്റിമീറ്റർ ലൈനിനെ ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ത് ചെയ്യണം? ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഒരു സമ്മ് കിട്ടും. 4 3 7 9. ആ 9 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഈ 9നെ 2 3 4 ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി മാറ്റാം. അപ്പൊ
9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനെ നമ്മൾ 2:3:4 എന്ന റേഷ്യോയിൽ നമ്മളിപ്പോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഈ ലാസ്റ്റത്തെ എൻഡ് പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ച് കൂട്ടി യോജിപ്പിക്കുക. ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഇതിന് രണ്ടിനും പാരലായിട്ട് സെറ്റ് സ്ക്വയറും ഇതൊക്കെ വെച്ചിട്ട് പാരലൈൻസ് വരയ്ക്കാൻ നമുക്കറിയില്ലേ? അഞ്ചാം ക്ലാസ്സിൽ അങ്ങോട്ട് തൊട്ട് പഠിക്കുന്നതാണ്. ഇതിലൂടെ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ എന്തുണ്ടായി? 2:3:4 എന്ന റേഷ്യോയില് ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ലൈനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. മനസ്സിലായില്ലേ? എളുപ്പല്ലേ അത്? ഇത് ഈ ലെസണിലത്തെ ഫസ്റ്റത്തെ ടെക്സ്റ്റൽ ആക്ടിവിറ്റി പേജ് നമ്പർ 88 ഡ്രോ ആൻ 8 സെന്റിമീറ്റേഴ്സ് ലോങ് ലൈൻ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 2:3. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്തുകൂടെ? ഇനിയിപ്പോ ഞാൻ കാണിച്ചു തരണ്ടല്ലോ. 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. 2:3 എന്ന് പറയുമ്പോൾ ആ റേഷ്യോ 2 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2, 3, 5 വരും. അപ്പൊ 5 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിനെ 2 ഉം 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരയ്ക്കുക. വേണ്ടോ? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് റെക്ടാംഗിൾ ആണ് വരയ്ക്കേണ്ടത്. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റേഴ്സ്. അപ്പൊ പെരിമീറ്റർ ആണ് വന്നിട്ടുണ്ട്. പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ എത്രയാണ് വന്നിട്ടുള്ളത്? 15 സെന്റിമീറ്റർ ആണ്. അതായത് പെരിമീറ്റർ എന്ന് പറയാൻ 2 × L+B ആണ് അല്ലെ? 2 × L+B ആണ്. നീളവും വീതിയും കൂടി കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി സൈഡ്സിന്റെ റേഷ്യോ 3:4 എന്നാണ് പറഞ്ഞത്. സൈഡ്സിന്റെ റേഷ്യോ 3:4. അതായത് ഇത് ബ്രെഡ്ത്തിന്റെ റേഷ്യോയും ഇത് ലെങ്തിന്റെയുമാണ് അല്ലെ? കാരണം ലെങ്ത് ആയിരിക്കും വലുത്, ബ്രെഡ്ത്ത് ചെറുതായിരിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 2 × L+B ആണ് 15 സെന്റിമീറ്റർ. അപ്പൊ L+B എത്രയായിരിക്കും? 2 × L+B equals 15. Therefore L+B equals 15. ഈ 2 പ്രതി വന്നു by 2i. 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? 15ന്റെ പകുതി എത്ര വരാ? 7.5 അല്ലെ? 7.5 ആണ്. നീളവും വീതിയും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 7.5 ആണ്. ഇനി ഈ നീളത്തിന്റെ വീതിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. നീളവും വീതിയും കൂടി കൂട്ടിയ നമ്പർ എത്രയാണ്? 7.5. ഈ 7.5നെ 3:4 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് നീളവും വീതിയും കിട്ടും. 3 വെച്ച് ഡിവൈഡ് ചെയ്ത ഭാഗമായിരിക്കും ബ്രെഡ്ത്ത്, ബാക്കി ഭാഗമായിരിക്കും ലെങ്ത് എന്ന് മാത്രം. മനസ്സിലായ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് ഏതിനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടത്? 7.5നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് 15നെ ഡിവൈഡ് ചെയ്ത് വെക്കരുത്. 15നെ 3:4 എന്ന ഇത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യരുത്. കാരണം 15 എന്ന് പറയുന്നത് 2 × L+B ആ. നമുക്ക് L+Bനെ മാത്രം എടുത്താൽ മതി. നീളവും വീതിയും മാത്രമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അല്ലാണ്ട് പെരിമീറ്ററിനെ അങ്ങനെ തന്നെ പോയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കരുത്. അപ്പൊ നമുക്ക് 7.5നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 7.5 സെന്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളൊരു ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3ഉം 4ഉം ആണ്. അപ്പൊ എന്ത് ചെയ്യും? അത് തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ 7 കിട്ടി. നമ്മൾ 7 സെന്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിനെ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും മാറ്റി 4 ഇവിടേക്ക് വരച്ചു, ഇങ്ങനെ വരച്ചു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വരയ്ക്കായിരിക്കും. അതായത് ഇതാണ് 4ഉം ഇത് 3ഉം ആണ് അല്ലെ? 3:4 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 4ന്റെ ഭാഗമാണ് ലെങ്ത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ലെങ്ത്തിന് ഇവിടെ നിർത്തിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് ഈ ഭാഗത്തും താഴത്തേക്ക് 2 പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതായത് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രിയിൽ നേരെ താഴത്തേക്ക് വരച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യണം ബ്രെഡ്ത്തിന്റെ അളവ് ഏതാ? ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ബ്രെഡ്ത്ത് വരുന്നത് അല്ലെ? അപ്പൊ ആ ബ്രെഡ്ത്തിന്റെ അളവ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടെ വരച്ചു. അതുപോലെ ഈ പോയിന്റിൽ കുത്തിയിട്ട് വരച്ചു. അപ്പൊ നമുക്ക് എന്നിട്ട് അതിനെ തമ്മിൽ യോജിപ്പിച്ചപ്പോ നമ്മുടെ റെക്ടാംഗിൾ കിട്ടി. ഈ റെക്ടാംഗിൾ എന്ന് പറയുന്നത് മൊത്തം എത്രയായിരിക്കും? 15 സെന്റിമീറ്ററും ഉണ്ടായിരിക്കും. ഇതിന്റെ നീളവും വീതിയും മാത്രം 3:4 എന്ന റേഷ്യോയിലുമായിരിക്കും അല്ലെ? 3:4 എന്ന റേഷ്യോയിലാണ് നമ്മൾ 7.5നെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം നീളം, ഒരു ഭാഗം വീതിയും വെച്ചു. ആ നീളം അങ്ങനെ തന്നെ ഇവിടെ ഈ വീതി തന്നെ വെച്ചപ്പോൾ മൊത്തം 15 സെന്റിമീറ്റർ ആയി. 2 × L+B. മനസ്സിലായില്ലേ?